നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന കുറെ രാജ്യദ്രോഹി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിലൊരു ഇൻഫ്ലുവൻസറാണ് റിയ സലീം. വാ തുറന്ന ഇംഗ്ലീഷ് മാത്രം തുപ്പുന്ന നമ്മുടെ സ്വന്തം റിയ സലീം, ബിഗ് ബോസിന്റെ റിയ സലീം. ഈ റിയ സലീമിനെതിരെ ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടു. ഇത് മില്യൺസ് വ്യൂ പോയി. മില്യൺസ് വ്യൂ പോയപ്പോഴത്തന്നെ റിയ സലീമിന്റെ ഭീഷണി വന്നു. അതായത് എന്നെ പറഞ്ഞുകൊണ്ടല്ലോ നിനക്ക് മില്യൺ കരുത്. ഈ റിയ സലീമിന് ചുരുക്കം ചില മില്യൺസേ ഉള്ളൂ, ഞാനൊന്നും പറയാനോ പാടില്ല, എനിക്ക് മില്യൺസ് ഇപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു, എന്നെ കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് നിനക്ക് മില്യൺസ് കിട്ടിയെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ അഷേംഡ് ഓഫ് മൈ കൺട്രി എന്നൊക്കെയാണ് ഇട്ടത്. ഇപ്പൊ വന്നിട്ട് ഞാൻ രാജ്യസ്നേഹി കിട്ടു, രാജ്യസ്നേഹി ഞാൻ എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചോണം. ഓരോരുത്തരോട് ഞാൻ രാജ്യസ്നേഹിയാണ്, എനിക്ക് ഇന്ത്യ ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ കഴിഞ്ഞ ദിവസം ഐ ആം അഷേംഡ് ഓഫ് മൈ കൺട്രി എന്നിട്ട്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ പുള്ളിക്കാരൻ എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ പുള്ളിക്കാരൻ മാത്രം ഇങ്ങനെ നടക്കും. ഇവൻ എന്താണ് ഇപ്പോൾ തലതിരിഞ്ഞിരിക്കുന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു പ്രൊമോഷൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. Anyway, most people boil rice to eat it. However, I am spraying it into my scalp because I'm built different. Meet the legend, Ray Natural. കൂടുതൽ ആളുകളും ചോറ് തിളപ്പിക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാൻ ചോറ് തിളപ്പിക്കുന്നത് അതിന്റെ വെള്ളം എടുത്ത് തലയിൽ ഇങ്ങനെ പുസ്കു 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 എന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോങ് ആക്കണേ, ബിക്കോസ് ഞാൻ ഡിഫറൻ്റ് ആണ്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, നീ ഒന്നും ചോറ് തിന്നുന്നവനല്ല. ചോറ് തിന്നുന്നവനാണ് നീ ഈ സമയത്ത് രാജ്യത്തിനെതിരെ സംസാരിക്കത്തില്ല. ഒന്ന് നാട് വിട്ട് പാകിസ്ഥാനിലോട്ടൊന്ന് പോയി തരാമോ? അത്ര ഒരു ഉപകാരം ചെയ്യാമോ? ഈ രാജ്യദ്രോഹപരമായിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കഥയില്ല. അണ്ണൻ അവിടെയാണ് കൂറെങ്കിൽ അവിടെ പോക്കോ. തിന്നുന്നതും ഉറങ്ങുന്നതും എല്ലാം ഇവിടെ, പക്ഷെ കൂറ് നമുക്ക് നല്ലതാ. നിനക്കെതിരെ കേസ് തൊട്ട് നീ എത്രയും പെട്ടെന്ന് അകത്താവട്ടെ.